സ്കൂളിലേക്ക് വൈകിട്ടാണ് ഒരാൾ എത്തിയത്. 10 മണിക്ക് തുടങ്ങേണ്ട സ്കൂള് 10:30 മണിക്കാണ് ഒരു കുട്ടി പോകുന്നത്. അച്ഛൻ അയാളെ വിളിച്ചു, അയാൾക്ക് ചൂരൽ കൊണ്ട് 2 അടി അടിച്ചു. അയാൾ ചെയ്തത് അക്രമമാണെന്ന് പറയാൻ പറ്റുമോ? വൈകിയതിന്റെ പേരിൽ അടിച്ചത്. നേരെ മറിച്ച് കൃത്യമായി 10 മണിക്ക് വന്ന ഒരാളെ പിടിച്ചിട്ട് എന്താടാ നീ വൈകിയതെന്ന് ചോദിച്ചടിച്ചാൽ അത് അക്രമമാണ്. അതിനെതിരെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോ അക്രമം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടും. അത് അക്രമമല്ല. തെറ്റ് ചെയ്ത ആളുകളെ വേണമെങ്കിൽ ശിക്ഷിക്കാതെ വിടാം. അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. അള്ളാഹു ഒരു പക്ഷേ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു ശിക്ഷയും നൽകാതെ അയാളുടെ ഏതെങ്കിലും ഒരു സ്വതക കാരണം സ്വർഗം നൽകിയേക്കാം. അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. പക്ഷേ നന്മ ചെയ്ത ആളുകൾ ഒരിക്കലും ആക്രമിക്കപ്പെടൂല. നിരപരാധികളിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ നമ്മുടെ ഭാരതത്തിലുള്ളതുപോലെ, നമ്മുടെ നാട്ടിലുള്ളതുപോലെ നിരപരാധികളൊക്കെ ജയിലിൽ, ക്രിമിനലുകളൊക്കെ ഇങ്ങനെ ഗുണ്ടാ സംഘങ്ങളൊക്കെ നെഞ്ചും വിരിച്ച് നാട്ടിൽ നടക്കുക, നിരപരാധികളൊക്കെ ജയിലിൽ. ഇതുപോലൊരവസ്ഥ സ്വർഗത്തിലുണ്ടാവൂല, മഹ്ശറിലുണ്ടാവൂല. അല്ലാഹു കാക്കട്ടെ. ആരും നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അണുമണി തൂക്കം, ചെറിയ ഒരു നന്മ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു. ബക്കറ്റ് വരുമ്പോ പഠിച്ചോ എന്റെ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലേ, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലേ, ഉണ്ടെങ്കിൽ ഞാനൊരു 1000 രൂപ ഇടായിരുന്നു മനസ്സിൽ ചിന്തിച്ചു. ആ ചിന്ത വരെ, അതിനുള്ള പ്രതിഫലം വരെ അല്ലാഹു നാളെ നൽകുമെന്നാണ്. ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകൾ മനസ്സിൽ ഇതെങ്ങനെയെങ്കിലും തടയണം, ഇതെങ്ങനെയെങ്കിലും നമുക്ക് ചെറുക്കണം എന്ന് ആലോചിക്കുന്നത്. ഞാൻ താമരശ്ശേരിയിൽ ഒരു പരിപാടിക്ക് റമദാനിന് മുമ്പ് പോയി. പള്ളി ഉദ്ഘാടനമായിരുന്നു. ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. എങ്ങനെ പരിപാടി നടത്തിയെന്നറിയോ? 3 ബസ് പോലീസിനിറക്കി. പള്ളി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ഡിവൈഎസ്പിക്ക് കേസ് കൊടുത്തു. ഡിവൈഎസ്പി അവരുടെ വിഭാഗവുമായി ചായവുള്ള ആളാണ്. സ്റ്റേ ചെയ്യിപ്പിച്ചു, പരിപാടിക്ക് സ്റ്റേ ചെയ്യിപ്പിച്ചു. ഇവർ ഹൈക്കോർട്ടിൽ പോയപ്പോൾ അവര് സമ്മതം കൊടുത്തു. 3 പോലീസ് വണ്ടി അയച്ചു, 3 പോലീസ് ബസ് അയച്ചു. എന്നിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി, 3 ദിവസവും ഒരു സെക്കൻഡ് ഇവിടെ നിന്ന് അനങ്ങിപ്പോവാതെ പോലീസ് ബസ് അവിടെ ഉണ്ടാവണം, കാവലായിട്ട് പ്രൊട്ടക്ഷനിലാണ് പരിപാടി നടത്തി. താമരശ്ശേരി, കോഴിക്കോട് ജില്ല താമരശ്ശേരിയിൽ പള്ളി ഉദ്ഘാടനം. RSS ആരൊന്നുമല്ല, നമ്മളെ വിഭാഗം പള്ളിയും കെട്ടി പരിപാടി നടത്തുമ്പോ ഹൈദർ ഞങ്ങളെ വരാൻ വിടൂല, പരിപാടി ഇവിടെ നടത്താൻ വിടൂല. പഠിച്ചോ കാക്കട്ടെ. അപ്പൊ അങ്ങനെ ചില ആളുകൾക്കൊക്കെ ഒരു കുഴപ്പമൊക്കെ ഉണ്ടാവും. ഇതൊന്നുമല്ല, പല സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. വേദന പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അങ്ങനെ മനസ്സിൽ ചില ആളുകൾക്ക് ആഗ്രഹം, ഈ പരിപാടി എങ്ങനെയെങ്കിലും തടയണം. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കാണുക തന്നെ ചെയ്യും. മനസ്സിൽ ചിന്തിച്ചാൽ വരെ അതും കാണും. അല്ലാഹു ബോധം നൽകട്ടെ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. സ്വർഗവാസികളായ ആളുകൾ സ്വർഗത്തിൽ അവരിങ്ങനെ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തിരക്കാൻ, സ്വർഗക്കാർക്ക് തിരക്കാൻ. അവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട. സ്വർഗത്തിലെത്തിയാൽ പിന്നെ തിരക്കാണ്. എന്താ തിരക്കെന്താ? ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിലെത്തിയാൽ ഹും ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. അവരവിടെ അവരുടെ ആനന്ദങ്ങളിൽ വ്യാപൃതരാണ്. ഭാര്യമാരുടെ കൂടെ, മക്കളുടെ കൂടെ അടിച്ചു പൊളിക്കുകയാണ്. ലാവിഷാക്കി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗക്കാരായ ആളുകൾ. അവർക്ക് ഒരുപാട് സുഖങ്ങൾ സ്വർഗത്തിൽ എന്ത് വേണം അതൊക്കെ കിട്ടുകയാണല്ലോ. പിന്നെ അവർക്ക് തിരക്കായിരിക്കൂലേ? നമുക്ക് കിട്ടാത്തോണ്ടല്ലേ, വിചാരിച്ചതൊക്കെ കിട്ടാത്തതുകൊണ്ടാണല്ലോ നമുക്ക് തിരക്കില്ലാത്തത്. അപ്പൊ അവർക്ക് എന്ത് വിചാരിച്ചാലും കിട്ടാൻ. വണ്ടി വേണമെന്ന് വിചാരിക്കുമ്പോ വണ്ടി വരാൻ. നല്ലൊരു കാടക്കോഴി ഇങ്ങനെ പറന്നു പോകുമ്പോ അതൊന്നും എനിക്ക് തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അൽഫാമാണോ വേണ്ടത്? അതല്ല ഗ്രില്ലാണോ വേണ്ടത്? അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, അത് പൊരിച്ചതാണോ, അതിന്റെ മസാലയാണോ നിങ്ങൾ മനസ്സിൽ കരുതിയത്? ഇവിടെ വന്നു, നിങ്ങളുടെ മുമ്പിൽ വീണു, നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ വേറെ നിറയുമ്പോഴേക്കും അത് പറന്നുപോയി. ഇതാണ് സ്വർഗം. നല്ല മനോഹരമായ ഒരു ആപ്പിളിന്റെ ചെടി കണ്ടു. ഉടച്ചോനെ ഇതെനിക്ക് തിന്നണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ആപ്പിളിന്റെ ചെടി അതിന്റെ ശാഖ ഇങ്ങനെ താഴ്ത്തി നിന്റെ വായിലേക്ക് വെച്ചു തരാണ്. നീ അത് പറിച്ചു തിന്നു കഴിയുമ്പോഴേക്കും ആ പറിച്ച സ്ഥലത്ത് മറ്റൊരാപ്പിള് അതിങ്ങനെ ഉയർന്നു പോയി.
അതേ മരത്തിൽ മറ്റൊരാപ്പിള് കഴിക്കണമെന്ന് തോന്നി, അത് പറിച്ചെടുത്തു തിന്നപ്പോ ഇത് നേരത്തെ കഴിച്ച ടേസ്റ്റ് അല്ലല്ലോ, ഇതൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. നമ്മൾ പറയാ കശ്മീരി ആപ്പിളാണ്, പാകിസ്ഥാൻ ആപ്പിളാണ്, പിന്നെ അവിടുത്തെ ആപ്പിളാണ് എന്നൊക്കെ, മെഡിക്കേരി ഓറഞ്ച് ആണെന്നൊക്കെ നമ്മൾ പറയാ. ഇത് മെഡിക്കേരി കശ്മീരിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മരത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ വ്യത്യസ്തമായ ഫ്ലേവറുകൾ, വ്യത്യസ്തമായ ടേസ്റ്റുകൾ, വ്യത്യസ്തമായ മാധുര്യമുള്ള പല ഫ്രൂട്ട്സുകൾ. ഇതാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് അധ്വാനിക്കാൻ പറഞ്ഞത്. കുറച്ചു കാലം അധ്വാനിച്ചാൽ മതി, ഒരു 60 വർഷം അധ്വാനിച്ചാൽ തന്നെ അത് കിട്ടും. നിങ്ങൾ കുറേയൊന്നും റിസ്ക് ഒന്നും എടുക്കണ്ട, തെറ്റിൽ നിന്ന് മാറി നിന്ന് അതിനു വേണ്ടി ഒരുങ്ങിയാൽ മതി. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. അപ്പോ സ്വർഗവാസികളായ ആളുകൾ അവിടെ വല്ലാതെ തിരക്കിലാണ്. എന്താ തിരക്ക്? ഹും അസ്വാജുഹും, അവരും അവരുടെ ഭാര്യമാരും, ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, മനോഹരമായ കട്ടിലിൽ ഇങ്ങനെ ചാരിക്കിടന്നിട്ട് സ്വറ പറയാണ്. പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. എന്തേ, രാവിലെ എണീച്ചിട്ട് ജോലിക്കൊന്നും പോകണ്ടല്ലോ, ഉച്ചക്കത്തെ ചോറുണ്ടാക്കണ്ടല്ലോ അല്ലേ. ഭാര്യയും ഭർത്താവ് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കാൻ, അടിച്ചു പൊളിച്ചിങ്ങനെ മക്കളോടൊപ്പം എൻജോയ് ചെയ്ത് ഒരു പിക്നിക്ക് പോയതുപോലെ അടിച്ചു പൊളിക്കാൻ. രാവിലെ ആകുമ്പോ ഭർത്താവിന് ടെൻഷൻ, യാ അല്ലാ എന്റെ ജോലി ഇന്ന് ഞാൻ ലീവ് എടുത്തിട്ടാണല്ലോ ടൂർ പോയത്, ഇപ്പൊ മുതലാളി ദേഷ്യപ്പെടുവോ, മാനേജർ ചൂടാവോ എന്നൊക്കെയാണ് ആലോചിക്കുക. പെണ്ണെന്താ ആലോചിക്കുക? രാവിലെ ആകുമ്പോ നാസ് ഉണ്ടാക്കണല്ലോ, വീട് അടിച്ചു വാരണല്ലോ, പിന്നെ കുപ്പായൊക്കെ അലക്കണല്ലോ, പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണല്ലോ, ഇതാ പെണ്ണ് ആലോചിക്കുക. പക്ഷെ സ്വർഗത്തിൽ ഇതൊന്നുമില്ല. നിങ്ങൾ കുക്കിംഗ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് പാചകം ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ കുപ്പായിട്ടിട്ട് ഇരുന്നാൽ മതി. നല്ല കുപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾക്ക് എന്താ വേണ്ട, ബിരിയാണിയോ അതാണ് അവിടെ. സ്വർഗത്തെ കുറിച്ചിട്ടൊരു വാൽ തന്നെ പറഞ്ഞു. ഞാൻ സ്വർഗത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വലിയൊരു സബ്ജക്ട് റെഡിയാക്കി വന്നു, പക്ഷെ ഇന്ന് സമയമില്ല. സ്വർഗം പറയാൻ സമയം 12:10 അത് പറഞ്ഞാല് നിങ്ങൾ പിന്നെ സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടും നിങ്ങൾ കൊതിച്ചു പോകും. നാളെ തന്നെ മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചു പോകും സ്വർഗത്തിലെത്താൻ വേണ്ടി. അതാണ് സ്വർഗം. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം 100 തട്ടാണ്. 100 തട്ടിൽ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഫിർദൗസിനെ ചോദിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമളാനിൽ അള്ളാഹു കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും പരിശുദ്ധ യാസീനിനെ കുറിച്ച് ചർച്ച ചെയ്തതും കാരണം അള്ളാഹു നമ്മൾക്കൊക്കെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം നൽകി അള്ളാഹു ആദരിക്കട്ടെ. സ്വർഗം വലിയൊരു വിഷയമാണ്. അള്ളാഹു അവിടെ എത്തിപ്പെടാൻ തൗഫീഖ് ചെയ്യട്ടെ. കണ്ണ് 3 കാര്യം ചെയ്താൽ സ്വർഗത്തിൽ വീഴാതെ രക്ഷപ്പെടാനാണ്. ഒന്ന്, കണ്ണ് ഹറാമ്. ഈ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടില്ലെങ്കിൽ നരകത്തിൽ കിടക്കൂല എന്നാണ്. ഈ കണ്ണുകൊണ്ട് ഒരു ഹറാമും കാണാൻ കഴിയില്ല. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞതൊക്കെ പഠിച്ചം പുറത്തു തരട്ടെ, കഴിഞ്ഞതൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. ഇനിയുള്ള കാലം അഫല്ലാഹു അമ്മാ സലഫ്, ഇനിയുള്ള കാലം ഈ കണ്ണ് ഹറാമ് കാണാതെ ഉപയോഗിക്കുന്ന ആരെങ്കിലും വാക്ക് തന്ന സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാം. കണ്ണ്, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു, ഹറാം ഹറാം. കണ്ണ് ഹറാമിൽ നിന്ന് നിയന്ത്രിച്ച ഒരാൾക്ക് നരകം ഹറാമാണ്. രാത്രി അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കാൻ നമ്മുടെ കണ്ണ് ചെലവഴിച്ചാൽ അവനും നരകം ഹറാമാണ്. അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീർ അള്ളാഹുവിനെ പേടിച്ചിട്ട് വന്നു പോയാൽ അവനും നരകം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കുള്ള ഒരു സംശയമാണ്, സ്വർഗത്തിൽ ഹൂർലിങ്ങളെ കുറിച്ചും അപ്സരസുകളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. ആണുങ്ങൾക്കൊക്കെ ഹൂർലിങ്ങളുണ്ട്, നമ്മൾക്കതില്ലല്ലോ അല്ലെ. പെണ്ണുങ്ങൾക്കൊക്കെ പലരും ചോദിക്കാറുണ്ട് ഒരു വിഷയം, ആണുങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഹൂർലിങ്ങളുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾക്ക് അതില്ലല്ലോ. ആ ഒരു ചർച്ച ആലിമീങ്ങൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ ഹൂർലിങ്ങൾ ഉണ്ടോ ഇല്ലേ, എന്തുകൊണ്ടത് പറഞ്ഞില്ല? അവിടുത്തെ എല്ലാ സുഖങ്ങൾ പറയുമ്പോൾ ആണിനുണ്ട് പെണ്ണിനുണ്ട്, പക്ഷെ ആണുങ്ങളെ ഹൂർലിങ്ങൾ ആണിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറ്റുള്ള എല്ലാ വിഷയങ്ങളും ആണിനെയും പെണ്ണിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഹൂർലിങ്ങളെ പറയുമ്പോൾ ആണിന് മാത്രമാണ് പറയുന്നത്. അപ്പൊ എന്റെ പെണ്ണെന്താ കടലാസാണ്, നമുക്കും വേണ്ടേ ഹൂർലിങ്ങൾ എന്ന് പെണ്ണുങ്ങൾക്കും സംശയം ഉണ്ടാവും. ആ ഒരു ചർച്ച ഞാൻ വിശദീകരിക്കുന്നില്ല. 3 അഭിപ്രായങ്ങളാണ് ആലിമീങ്ങൾ പറയുന്നത്. ഒന്ന്, ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അല്ലാഹു ചെയ്യുന്ന അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് അവകാശമില്ല. ഒന്നാമത്തെ മറുപടി ആലിമീങ്ങൾ പറയുന്നത് അതാണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ കൈകടത്താനോ ചോദ്യം ചെയ്യാനോ നമ്മൾക്ക് അവകാശമില്ല. വഹും യുസ്അലൂൻ, നമ്മളോട് അല്ലാഹു ചോദിക്കും, റബ്ബിനോട് നമ്മൾക്ക് ചോദിക്കാൻ അവകാശമില്ല. അതൊന്ന്. 2, അന്ന മിൻ തബീഅത്തിൻ നിസാഇ അൽ ഹയാ, പെണ്ണിന്റെ പ്രകൃതിയാണ് ലജ്ജ എന്നുള്ളത്. പെണ്ണിന് ലജ്ജയുണ്ട്.
അപ്പോ ഒരു SSLC പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ SSLCയിൽ SSLC വേണ്ട, +2 ആയിക്കോട്ടെ, +2 പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ +2 എല്ലാത്തിലും A+ വാങ്ങിച്ചാല് ഇന്നാലെന്ന സഹോദരൻ, ഇന്നാലെന്ന ഹാജിയാര ആ മകളുണ്ടല്ലോ, സുന്ദരിയായ മകൾ, അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞാല്, ഓ അത് കിട്ടോ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ കളിയും ജോലിയെല്ലാം ഒഴിവാക്കി അവന് പഠിച്ചിട്ട് എങ്ങനെങ്കിലും A+ വാങ്ങിക്കും, അവന് കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിൽ. പക്ഷെ ഒരു പെണ്ണിനോട് പറയാണ്, നീ +2 എല്ലാ വിഷയത്തിലും A+ എടുത്താല് എന്നാലെന്ന ഹാജിയാര മകൻ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞാല് പെണ്ണ് നാണിച്ച് തല താഴ്ത്തി, ഇതെനിക്ക് തരുന്നത്, നേരെ മറിച്ച് എനിക്കൊരു ബ്രേസ്ലെറ്റ് തരാം, ഒരു കൈച്ചെയിന് തരാം, നീ SSLCയിൽ +2 നല്ല മാർക്ക് എടുത്താല്, അല്ലെങ്കിൽ നല്ലൊരു കുപ്പായം വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ നല്ലൊരു കാൽ ചെയിൻ, നല്ലൊരു നെക്ലേസ്, നല്ലൊരു റിങ്, അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന്റെ മോതിരം, ഇത് ഞാൻ വാങ്ങിച്ച എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് പഠിക്കും. ചെറുക്കനെ എന്നാലെന്ന ചെറുപ്പക്കാരനെ കെട്ടിച്ചേരാന്ന് പറഞ്ഞാല് ഇതപ്പോ വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിനൊരു താല്പര്യം ഉണ്ടാവില്ല. പെണ്ണിനെ ആണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ലജ്ജയുടെ ഭാഗമാണ്, അത് പറയാറില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയാത്തത് എന്ന് വെച്ച് പെണ്ണിന് അവിടെ ഹൂർലിങ്ങൾ ഇല്ല എന്നർത്ഥമില്ല, അവർക്കും ഹൂർലിങ്ങൾ ഉണ്ട്. രണ്ടാമത്തെ അഭിപ്രായം അതാണ്. 3 അന്ന ശൗഖൽ മർഅത്തി ലിർരിജാൽ, നേരത്തെ പറഞ്ഞത് ഒരു വിഷയമായി ബന്ധമുള്ള, നേരത്തെ പറഞ്ഞത് പെണ്ണിന്റെ ലജ്ജ കാരണം, അത് അല്ലാഹു പറഞ്ഞില്ല എന്ന് മാത്രം. മൂന്നാമത് പറയുന്നത് അന്ന ശൗഖൽ മർഅത്തി ലിർരിജാൽ കശൗഖിൽ റിജാലി ലിൽ മർഅ, നിശ്ചയമായിട്ടും ആണിന് പെണ്ണിനോടുള്ള താല്പര്യം പോലെ ആ പെണ്ണിന് ആണിനോട് താല്പര്യമില്ല, അല്ലെ? അങ്ങനെയാണല്ലോ വിഷയം. ഇപ്പോ ഏതെങ്കിലും വുമൺസ് കോളേജ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ചെറുപ്പക്കാർ പൊള്ളിച്ചെടുത്ത് പോകും, എന്തിന്? വായ നോക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയുള്ള ആളുകളൊക്കെ വണ്ടിയെടുത്ത്, പിന്നെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് കുളിച്ചൊരുങ്ങി കുപ്പായൊക്കെ ഇട്ട് ഹെൽമെറ്റ് ഒന്നും ധരിക്കാതെ വൈകുന്നേരം ആകുമ്പോൾ ഹോൺ അടിച്ചിട്ട് കണ്ട സ്കൂളിന്റെ പിന്നാലെ ഏതെങ്കിലും സ്കൂളുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കാവലിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. എണ്ണ തീർന്നാലും കുഴപ്പമില്ല, പൈസ ഒന്നും ഉണ്ടാവില്ല എണ്ണ അടിക്കാൻ. ആരെങ്കിലും അടിച്ചു വെച്ച, ചിലപ്പോൾ ജ്യേഷ്ഠനോ ഉപ്പയോ ആരെങ്കിലും എണ്ണ അടിച്ചു വെച്ച വണ്ടി ആയിരിക്കും, അത് 5ഉം 6ഉം വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോൾ. പക്ഷെ ഏതെങ്കിലും ഒരു ബോയ്സ് ഹോസ്റ്റലിന്റെ മുന്നിലോ ആണുങ്ങൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിന് മുന്നിലോ പെണ്ണുങ്ങൾ വണ്ടി എടുത്തിട്ട് ആണുങ്ങളെ കാണാമെന്ന ചരിത്രം എവിടെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് ആണുങ്ങളെ വായ നോക്കിയിട്ട് വരട്ടെ, അങ്ങനെ പോക്കുണ്ടോ എനിക്കറിയില്ല, നമ്മളെ നാട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടുള്ള താല്പര്യം പോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. അതുകൊണ്ടല്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, പെണ്ണുങ്ങൾക്കും ഹൂർലിങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എങ്ങനെയൊക്കെയാണ് അല്ലാഹു ഹൂർലിങ്ങൾ നൽകാൻ. നമ്മുടെ ഭൂമിയിൽ പല രീതിയിലുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകും. ഒന്ന്, ചില പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ പെണ്ണ്. ചൗക്കി എരിയാൽ അവിടെ ഭാഗത്ത് നമ്മുടെ റമദാനിന് മുമ്പ് ഒരു പെണ്ണ് 18 വയസ്സായ പെണ്ണ് രോഗിയായി മരിച്ചു പോയിട്ടുണ്ട്. അതേ ദിവസം തന്നെ ഒരു ചെറുപ്പക്കാരന് മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു 2 പേരുടെയും കബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അതേപോലെ കല്യാണം കഴിയുന്നതിന് മുമ്പ് മരിച്ചുപോയ പെണ്ണാണ്. ആ പെണ്ണിന് അവിടെ എങ്ങനെയാണ് ഭർത്താവ് ലഭിക്കുക? അവിടെ ആ പെണ്ണിന് ലഭിക്കുന്ന ഭർത്താവ് ഇവിടെ കല്യാണം കഴിയാതെ മരിച്ചുപോയ, നാട്ടിൽ നമ്മുടെ ഭൂമിയിൽ മരിച്ചുപോയ ആളുകളായിരിക്കും. കല്യാണം കഴിയുന്നതിന് മുമ്പ് മരിച്ചുപോയ ചെറുപ്പക്കാർ, അവരെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. കല്യാണം കഴിച്ചു, ഭർത്താവ് ത്വലാഖ് ചൊല്ലി, എന്നിട്ട് പെണ്ണ് മരിച്ചുപോയി, വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഈ പെണ്ണിനൊരു ഭർത്താവ് വേണമല്ലോ. ഈ പെണ്ണിനും കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ഭർത്താവാക്കി കൊടുക്കും. ആലിമീങ്ങളുടെ അഭിപ്രായമാണ്. അവള് കല്യാണം കഴിച്ച പെണ്ണാണ്, ഭർത്താവ് നരകത്തിലും ഭാര്യ സ്വർഗത്തിലും, അങ്ങനെ ആയിക്കൂടെ? ഭർത്താവ് തെണ്ടിത്തിരിഞ്ഞ് കള്ളും കുടിച്ച് നടക്കുന്ന ഒരാളാണ്, ഭാര്യ എത്ര പറഞ്ഞിട്ട് അയാൾ നന്നായില്ല, അതേ ഒരു വിശ്വാസത്തിൽ ഭർത്താവ് മരിക്കുകയും ചെയ്തു. എന്നാൽ ഈ പെണ്ണിന് ആ ഭർത്താവ് നരകത്തിലാവൂലേ? ഈ പെണ്ണിന് അതുവരെ ആരാ ഭർത്താവായി കിട്ടുക? അള്ളാഹു ഒരു ഭർത്താവിന്, ഒരു ചെറുപ്പക്കാരന് അള്ളാഹു കല്യാണം കഴിച്ചു കൊടുക്കും. മുസ്ലിം പെണ്ണാണ്, മുസ്ലിം ഭർത്താവാണ്. അങ്ങനെയാണെങ്കിൽ നരകത്തിലായിരിക്കുമല്ലോ കാലാകാലം. അപ്പൊ ഈ പെണ്ണിന് ഭർത്താവായി അള്ളാഹു നൽകും. അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യ മരിച്ചു, കല്യാണം കഴിച്ചു, ഭാര്യ ത്വലാഖ് ചെല്ലുന്നതിന് മുമ്പൊക്കെ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചില്ല, ഭാര്യ മരിച്ചുപോയി. അപ്പൊ ഇവൾക്കാരാ ഭർത്താവ്? കല്യാണം കഴിച്ച ഭർത്താവായിരിക്കും ഇവണിനുള്ള ഭർത്താവ്. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യ വേറെ കല്യാണം കഴിച്ചില്ല, ഭർത്താവ് മരിച്ചു, ഭാര്യ വേറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ഭർത്താവായിരിക്കും ഈ പെണ്ണിന് ലഭിക്കുക. കാരണം മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിനക്ക് എന്നെ തന്നെ നാളെ സ്വർഗത്തിൽ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ
ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയോട് മരിക്കാൻ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഇൻശിഅതി അൻ തകൂനി സൗജതി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫലാ തതസവ്വജി ബഅദി, എന്റെ ശേഷം വേറെ കല്യാണം കഴിക്കണ്ട. ഫഇന്നൽ മർഅത ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു പെണ്ണിന് ഭർത്താവ് നൽകുന്നത് ലിആഖരി അസ്വാജിഹാ ഫിദ് ദുനിയ, അവസാനമായി ആരെയാണോ കല്യാണം കഴിച്ചത് ആ ഭർത്താവിനെയാണ് നൽകുക. അതുകൊണ്ട് എന്നെ നാളെ നിനക്ക് സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറെ നീ കല്യാണം കഴിക്കണ്ട. വേറെ കല്യാണം കഴിച്ചാൽ ആ ഭർത്താവായിരിക്കും നിനക്ക് കിട്ടുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഏതായാലും ഇവിടുത്തെ ഭാര്യമാരാണ് അവിടെ കിട്ടുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചാൽ ആ ഭാര്യയാണ് നമ്മൾക്ക് നാളെ സ്വർഗത്തിൽ ഭാര്യയായിട്ട് കിട്ടുക. ഇത് പറയുമ്പോഴാണ് പലർക്കും വിഷമം വരുന്നത്. പടച്ചോനെ, ദുനിയാവിൽ എന്നെ സഹിച്ചിട്ട് മടുത്തോയി, ഇനി ആഖിറത്തിൽ സ്വർഗത്തിനും പോയിട്ട് ഞാൻ ഇത് സഹിക്കണോന്ന് അല്ലേ? അങ്ങനൊന്ന് കൈപ്പൊക്കിയ ഇതേ ഭാര്യ നാളെ മദീന ആഗ്രഹമുള്ള ആൾ കൈപ്പൊക്കിയ ആരുമില്ല. ഒരാള് പോലും കൈപ്പൊക്കിയിട്ടില്ല. നിങ്ങളെ കയ്യിലിരിപ്പാണ്, പെണ്ണുങ്ങളെ കയ്യിലിരിപ്പാണ്, വേറൊന്നല്ല. സത്യം, തമാശയല്ല. ഞാൻ തമാശയ്ക്ക് ഉണ്ട്. ഒരാൾ പോലും ഇവിടെ കൈപ്പൊക്കിയിട്ടില്ല. വീട്ടിൽ പോയിട്ട് ഒരു ബദ്രയുദ്ധം നടത്താനുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നും കൂടി നോക്കട്ടെ, കൈപ്പൊക്കിയ എന്നിട്ടും പോക്കുന്നില്ല. അപ്പൊ വേണ്ടെന്ന് തന്നെയാണ് അല്ലെ തീരുമാനം. ഏതായാലും കെട്ടിയിട്ട് ഞാൻ തോറ്റുപോയി, ഇനി ഇതെങ്ങനെങ്കിലും ഒന്ന് തീർക്കുക, മരണം വരെ കൊണ്ടുപോവാ, പിന്നെ സ്വർഗത്തിൽ ഇതിനെ കൊണ്ട് എനിക്ക് പറ്റൂല. ഒരിക്കലേ ഒരു ഉസ്താദിന്റെ സുഹൃത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾ ഹജ്ജിന് പോവാണ്. ഞാനല്ല, എന്റെ ഭാര്യയെ ഞാൻ ഹജ്ജിന് പറഞ്ഞേക്കാം. നല്ല മുതലാളിയാണ്, അത്യാവശ്യം കഴിവുള്ള ആളാണ്. ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെ എന്റെ ഭാര്യയെ ഞാൻ ഹജ്ജിന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഇല്ലില്ല, ഞാൻ അടുത്ത വർഷം വരാം. നിങ്ങൾക്ക് എന്താ കാശ് ഉണ്ടല്ലോ, പോയിക്കൂടെ? പറഞ്ഞു, ഭാര്യയുടെ കൂടെ ഞാൻ ഹജ്ജ് ചെയ്താൽ എന്റെ ഹജ്ജ് ബാത്തിലായി പോകും. കാരണം അവളിങ്ങനെ കിരി 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 അല്ലെ, എന്തെങ്കിലും കണ്ട അതിനും പരാതി, ഞങ്ങൾക്ക് ദേഷ്യപ്പെട്ടു പോകും. തർക്കം പോലും പാടില്ല എന്നാണ് ഹജ്ജിൽ പറഞ്ഞത്. അവരോട് ഞാൻ തർക്കിച്ചു പോകും, അവരുടെ സ്വഭാവമൊക്കെ കണ്ടാൽ. അപ്പൊ എന്തായാലും എന്റെ ഹജ്ജ് ബാത്തിലാകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, അവള് പോട്ടെ. എന്നാ നിങ്ങൾക്ക് ആദ്യം പോയിക്കൂടെ, അവൾ അടുത്ത വർഷം വെച്ചാ പോരെ? അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞാൻ ആദ്യം ഹജ്ജിന് പോയി, ശരി തന്നെ, ഞാൻ ഹജ്ജിന് പോയി തിരിച്ചു വന്നിട്ട് അടുത്ത വർഷം ഹജ്ജിന് പോകുന്നത് ഒരു കൊല്ലമില്ലേ, ഒരു വർഷമില്ലേ, അതുവരെ ഞാൻ എങ്ങനെ അവളെ സഹിക്കുക? അവളിങ്ങനെ വിടാതെ പിന്തുടരും. നിങ്ങൾ ഹജ്ജിന് പോയി, എന്നെ വിളിച്ചിട്ടില്ല, എന്നെ കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് ആദ്യം അവള് പോയിക്കോട്ടെ, ഞാൻ പിന്നെ പോയിക്കോളാം. അപ്പൊ ഈ ഒരവസ്ഥ അതുണ്ടാവരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇനി ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഈ ഭാര്യമാരാ നാളെ കിട്ടുക. വിഷമിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ഭാര്യമാർ തന്നെയാണ് നാളെ കിട്ടുക. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടുത്തെ സ്വഭാവമായിരിക്കൂല അവിടെ ഉണ്ടാവുക, ഇവിടുത്തെ സൗന്ദര്യമായിരിക്കൂല അവിടെ ഉണ്ടാവുക. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി നല്ല സുന്ദരികളായി മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഭൂമിയിലുള്ള ഭാര്യമാരാണോ ഹൂറുൽ ഇങ്ങളാണോ സൗന്ദര്യമുള്ളത്? ആരാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് നബിയെ എന്ന് ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഹൂറുൽ ഇങ്ങളെക്കാളും സൗന്ദര്യം നമ്മുടെ ഭാര്യമാരാണ്. പിന്നെന്തിന് ഹൂറുലിങ്ങളെ കൊതിക്കണം? നമ്മുടെ ഭാര്യമാരെന്ന് കിട്ടിയാ പോരെ അല്ലെ? ഹൂറുലിങ്ങളെക്കാളും സൗന്ദര്യം നമ്മുടെ ഭാര്യമാർക്കാണ്. എന്തുകൊണ്ട്? ബിസ്വലാത്തിഹിന്ന വഖിയാമിഹിന്ന വസിയാമിഹിന്ന വസുജൂദിഹിന്ന, അവരുടെ നിസ്കാരം കാരണം, അവരുടെ സ്വതക്ക കാരണം, അവരുടെ നോമ്പ് കാരണം, അവരുടെ നന്മ കാരണം ഹൂറുലിങ്ങളെക്കാളും സൗന്ദര്യം ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ദുആ ചെയ്യണം, അല്ലാഹുവേ, ഭാര്യ സന്താനങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിങ്ങൾ ബേജാറാവേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടുത്തെ സ്വഭാവമായിരിക്കൂല അവിടുത്തെ സ്വഭാവം. അവിടെ പരാതി പറയൂല, അവിടെ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കൂല, അവിടെ നിങ്ങളെ വേദനിപ്പിക്കൂല. നിങ്ങൾക്ക് സുഖം മാത്രം നൽകുന്ന ഒരു ഭാര്യയാണ് അവൾ. എന്നും കന്യകയായ പെണ്ണായിരിക്കും. അവൾക്ക് വയസ്സാവൂല, അവൾ കിഴവിയാവൂല, അവളുടെ മുടി നരച്ചു പോവൂല, അവളുടെ മുഖം ചുക്കിച്ചുളിഞ്ഞു പോവൂല. എല്ലാ വെള്ളിയാഴ്ചയും ഒരു അങ്ങാടിയുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ജുമാ കഴിഞ്ഞാൽ ഒരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിലേക്ക് പുതിയാപ്പിളമാർ, ഭർത്താക്കന്മാർ കച്ചവടത്തിന് വേണ്ടി ഷോപ്പിങ്ങിന് പോകുമ്പോ ഭാര്യമാരെ കൂട്ടിയിട്ടല്ല പോകുന്നത്. സ്വർഗ്ഗത്തിൽ പോലും പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് പോകൂല. വഹൂറും
മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. പെണ്ണുങ്ങൾ തന്റെ ഖൈമയിൽ തന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. അവരങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവരല്ല. ഇന്ന് ദുനിയാവിൽ വസ്ത്രം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഇറച്ചി വാങ്ങാനും മീന് വാങ്ങാനും ബർദയിട്ട ഉമ്മമാരിറങ്ങുന്നത് പോലെ അതിന് അല്ലാഹു സമ്മതം നൽകിയിട്ടില്ല. ആണുങ്ങളാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ഇവിടെ ഇറങ്ങുന്നത് ഭൂരിഭാഗം പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ വീട്ടിലിരുന്ന് ചാരുകസേരയിലിരുന്ന് വിശ്രമിക്കുകയാ. പലരും TV കണ്ട് സമയം ചെലവഴിക്കുകയാ. പെണ്ണുങ്ങളാണ് വീടിനെ ഭരിക്കുന്നത്. പെണ്ണുങ്ങളാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത്. അതാണ് നമ്മുടെ നാടിന്റെ ശാപമെന്ന് എല്ലാവരും മനസ്സിലാക്കണേ. സ്വർഗീയ ലോകത്ത് പോലും പെണ്ണുങ്ങൾ പുറത്തിറങ്ങൂല. വഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം. അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് മനോഹരമായ ഖൈമകളിൽ മനോഹരമായ വീടുകളിൽ അവർ മറഞ്ഞു നിന്ന് ഒളിച്ചു നിന്ന് ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ഭർത്താവ് അങ്ങാടിയിലേക്ക് പോകുമ്പോ ഒരു കാറ്റവിടേക്ക് അടിച്ചു വീശും, ഒരു കാറ്റവിടേക്ക് അടിച്ചു വീശും. ആ കാറ്റ് കൊള്ളുമ്പോഴേക്കും സ്പർശിക്കുമ്പോഴേക്കും ഭർത്താവിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയാണ്, സിത്ത ഹുസ്ന, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ആളാകെ മാറിയിട്ടുണ്ടല്ലോ. പോകുമ്പോഴുണ്ടാകുന്ന രൂപമല്ലല്ലോ, ആള് തന്നെ മാറിയിട്ടുണ്ടല്ലോ. തിരിച്ച് ഭർത്താവ് പറയാണ്, പെണ്ണേ, നിന്റെ ചുറുക്കും കൂടിയിട്ടുണ്ടല്ലോ, നീയും ഇന്നലെ ഉണ്ടായതുപോലെയല്ലല്ലോ, ഞാൻ പോകുമ്പോഴുണ്ടായതുപോലെയല്ലല്ലോ, നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് ഭർത്താവ് പെണ്ണിനോടും പറയും. ചുരുക്കി പറഞ്ഞാൽ ആഴ്ച തോറും ഭാര്യയും ഭർത്താവും അപ്ഡേറ്റ് ആവുകയാണ്. മുഖത്തിന്റെ ഷേപ്പ് മാറുകയാണ്, മുഖത്തിന്റെ സൗന്ദര്യം മാറുകയാണ്. എന്തിനെ? കണ്ടുകണ്ട് മടുക്കാതിരിക്കാൻ, ദിവസേന ഭർത്താവിന്റെ സൗന്ദര്യം ഭാര്യയുടെ സൗന്ദര്യം മാറിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ മടുപ്പില്ല, അവിടെ വെറുപ്പില്ല, അവിടെ ചൊടിയില്ല, അവിടെ പിണക്കങ്ങളില്ല, അവിടെ യാതൊരു വിദ്വേഷമില്ല. നിങ്ങളുടെ മനസ്സുകൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, എന്താണോ നിങ്ങൾ കൊതിക്കുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അവിടെ തയ്യാറാണ് പെണ്ണുങ്ങളെ. എന്നിട്ട് നിങ്ങളാണ് കൂടുതൽ നരകത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? ഭർത്താവിനെ ചുടിപ്പിച്ചു എന്ന കാരണത്താൽ പെണ്ണുങ്ങളാണ് കൂടുതൽ നരകത്തിൽ. നിസ്കരിക്കാഞ്ഞിട്ടല്ല, നോമ്പെടുക്കാഞ്ഞിട്ടല്ല, സകാത്ത് കൊടുക്കാഞ്ഞിട്ടല്ല, സ്വതക്ക കൊടുക്കാഞ്ഞിട്ടല്ല. പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാളും സ്വതക്ക നൽകുന്നത്. ഒരു പള്ളി നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ 2-3 തളിക നിറയെ സ്വർണങ്ങൾ നൽകുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ തന്നെയാണ്. നിസ്കാരത്തിൽ യാതൊരു കുറവില്ല, ഇബാദത്തിൽ കുറവില്ല. പിന്നെ എന്തേ പെണ്ണുങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം? നല്ല നിസ്കാരക്കാരാണെങ്കിലും സകാത്ത് കൊടുക്കുന്ന ആളാണെങ്കിലും ഭർത്താവിനോട് വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് പല പെണ്ണുങ്ങളും നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്കണേ സഹോദരിമാരെ, ക്ഷമിക്കാൻ സമയം കണ്ടെത്തണേ. എന്തുണ്ടാകുമ്പോഴും അടിച്ചു കയറാതെ, ദേഷ്യപ്പെടാതെ, വാശി പിടിക്കാതെ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ദുനിയാവ് തന്നെ നിങ്ങൾക്ക് സ്വർഗമാണ്, ആഖിറവും സ്വർഗമാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 വക്ത് നിസ്കരിച്ചാൽ, വസാമത്ത് ഷഹ്റഹാ, പരിശുദ്ധ റമളാനിലും മറ്റും നോമ്പെടുത്താൽ, ഖളാ വിട്ടാതെ നോമ്പെടുത്താൽ. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, 20 വർഷം മുമ്പ് പ്രസവിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പ്, എത്ര നോമ്പ് ഖളാ വീട്ടണം ഉസ്താദേ, എത്ര മുദ്ദ് കൊടുക്കണം ഉസ്താദേ? എന്തോ ഒരു ചോദ്യമാണിത്. 330 ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ട് ആ 30 നോമ്പെടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, 20 വർഷമായിട്ട് നോമ്പ് ഖളാ വീട്ടാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് സമാധാനം പറയുക? 4 കാര്യം ചെയ്താൽ മതി എന്നല്ലേ അള്ളാഹു പറഞ്ഞത്? നബി തങ്ങൾ പറയുന്നത് അള്ളാഹു പറയുന്നത് പോലെ തന്നെയാണല്ലോ. ഇദാ സല്ലത്ത് ഖംസഹാ വസാമത്ത് ഷഹ്റഹാ, പരിശുദ്ധ റമളാനിൽ നിങ്ങൾ കൃത്യമായി നോമ്പെടുക്കണേ. നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത നോമ്പിന് മുമ്പ് ഖളാ വീട്ടണേ. അത് കഴിഞ്ഞാലോ വഹഫിലത്ത് ഫർജഹാ, ഗുഹ്യാവയവങ്ങൾ ഹറാമിൽ പോവാതെ സൂക്ഷിക്കണേ. എന്ന് മുതൽ? നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയത് മുതൽ തന്നെ സൂക്ഷിക്കണേ, കല്യാണം കഴിഞ്ഞത് മുതലല്ല. പെണ്ണിനൊരു 10-11 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തി എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ +2-ലോ +1-ലോ 9-ലോ 8-ലോ പഠിക്കുകയായിരിക്കും. ആ സമയം മുതൽ തന്നെ മറ്റൊരാളെ തൊടാതെ, മറ്റൊരാളെ പ്രണയിക്കാതെ, മറ്റൊരാളെ പ്രേമിക്കാതെ, മറ്റൊരാളോട് വൈകാരികമായി സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ ഹഫിളത്ത് ഫർജഹാ, തന്റെ കൈകളെ, തന്റെ ശരീരത്തെ, തന്റെ ഔറത്തിനെ സൂക്ഷിച്ചാൽ അവൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനിടയനായ ബഹുമാനപ്പെട്ട സയ്യിദ്
നമ്മുടെ സഫ്വാൻ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥന ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങും. അതുകൊണ്ട് ഇനി ദുആ കഴിയാതെ ഒരാളും പോവരുത്. ഇതുവരെ നിങ്ങളോട് പോവണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ പോകാൻ പാടില്ല. ഇനി ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം സമാപനമാണ്, സയ്യിദുകളാണ് നേതൃത്വം നൽകുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിന്റെ പെണ്ണുങ്ങളോട് നിങ്ങൾ പ്രായപൂർത്തി എത്തിയത് മുതൽ നിങ്ങളുടെ ഔറത്തിനെ സൂക്ഷിക്കണേ. അന്യപുരുഷന്മാർക്ക് മുമ്പ് സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കല്ലേ സഹോദരിമാരെ. വയസ്സായ ഉമ്മമാരോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യാസീൻ പൂർത്തിയാക്കാൻ കഴിയില്ല, ഞാൻ പൂർത്തിയാക്കാൻ എന്റെ ഉദ്ദേശമില്ല, ഞാൻ യാസീൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരിക, പിന്നെ അതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. യാസീനിന്റെ വിശാലമായ ക്ലാസ് ഒന്ന് 4 ദിവസം പോയിട്ട് 40 ദിവസം പറഞ്ഞാലും തീരൂല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് പൂർത്തീകരിക്കുന്നില്ല, ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരികൾ, ഉമ്മമാരെ, നിങ്ങളോട് വയസ്സായ ഉമ്മമാരോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, നിങ്ങൾക്ക് കണ്ടാൽ ആഗ്രഹം തോന്നാതെ, ആളുകൾക്ക് വികാരം തോന്നാത്ത ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മുഖം വെളിവാക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണേ. ആ ഉമ്മമാർ മാത്രമാണ് മുഖം മറച്ച് നടക്കുന്നത്. അതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട്. എന്റെ ചുക്കിച്ചുളിഞ്ഞ മുഖം നാട്ടുകാർ കാണണ്ട, ഷോപ്പിലുള്ള ആളുകൾ കാണണ്ട, കുടുംബക്കാർ കാണണ്ട, എനിക്ക് വയസ്സായത് തിരിയണ്ട. അപ്പോൾ എന്ത് ചെയ്യും അവർ? ആ ചുക്കിച്ചുളിഞ്ഞ മുഖം കാണാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചു നടക്കുന്നു പല വയസ്സായ ഉമ്മമാർ. എന്നാൽ നിർബന്ധമായും മുഖം മറച്ചു നടക്കണേ എന്ന് പറഞ്ഞ നമ്മുടെ പെൺകുട്ടികളെ എന്താണ് അവരുടെ അവസ്ഥ? ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഒന്ന് ഔറത്ത് മറക്കാൻ തയ്യാറാവുന്നുണ്ടോ? അകത്ത് ധരിക്കുന്നത് സ്കിൻ ഫിറ്റ് ജീനാണ്. അതിന്റെ മുകളിൽ ഒരു ടോപ്പായിട്ടൊരു ടീഷർട്ട് ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു പർദ്ദയുടെ ഒന്നാമത്തെ ബട്ടന് മാത്രമേ അവർ ധരിക്കുന്നുള്ളൂ. മറ്റുള്ള പർദ്ദ ഇങ്ങനെ തുറന്ന് നടക്കുകയാണ്. എന്തിനാണ് പെണ്ണെ? ആരെ തോൽപ്പിക്കാനാണിത്? ആരെ പറ്റിക്കാനാണിത്? ആരെ ബോധിപ്പിക്കാനാണ് ഈ ആഭാസം നീ കാട്ടിക്കൂട്ടുന്നത്? നിനക്കെന്തേ മുഖം മറച്ച് നടന്നാലെന്താ? എന്തേ ഔറത്ത് മറച്ച് നടന്നാലെന്താ? അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പെണ്ണ് പുറത്തിറങ്ങേണ്ടത്. പള്ളിക്ക് പോവാൻ പാടില്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല, ഫിത്നയുണ്ടാവരുത് എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അങ്ങാടിയിലേക്ക് ഏതായാലും പോവാൻ പാടില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ പോവേണ്ടി വരും. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ അവർ പോവേണ്ടി വരുമ്പോൾ അവർ വരെ മുഖം മറച്ചിട്ടിറങ്ങിയാൽ ഇവിടെ നമ്പറുകൾ കൈമാറാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറാവുമോ? നിന്റെ മുഖം കാണുമ്പോഴല്ലേ നിന്നോട് ജനങ്ങൾക്ക് വികാരം തോന്നുന്നത്, ജനങ്ങൾക്ക് ആകൃഷ്ടരാവുന്നത്, ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്. അപ്പോഴല്ലേ ഈ നമ്പറുകൾ കൈമാറുന്നത്, അപ്പോഴല്ലേ പ്രേമിക്കണമെന്ന് തോന്നുന്നത്. ആ ഹറാമായ വ്യഭിചാരങ്ങൾ നടക്കുമ്പോ പൂർണ്ണമായ ഉത്തരവാദി ഔറത്ത് വെളിവാക്കി നടന്ന പെണ്ണ് തന്നെയാണ്. പെണ്ണിന്റെ ഹറാം കണ്ടാൽ, ഒരു മുഖം കണ്ടാൽ വരെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്. കണ്ണുകൊണ്ടൊരു ഹറാം കണ്ടാൽ അങ്ങാടിയിലേക്ക് പച്ചക്കറിയോ ഫ്രൂട്ട്സോ വാങ്ങാൻ പോയ ഒരു സഹോദരൻ ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് രണ്ടാമതും മൂന്നാമതും നോക്കുകയും ചെയ്താൽ, ശരീരം നിയന്ത്രിക്കാൻ കഴിയാതെ നോക്കിപ്പോവുകയും ചെയ്താൽ അവന്റെ നോമ്പ് ബാത്തിലാകുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അവന്റെ നോമ്പ് ബാത്തിലാവാൻ കാരണം മുഖം മറക്കാതെ ടൗണിലേക്ക് പോയ, അങ്ങാടിയിലേക്ക് പോയ പെണ്ണാണ്. അപ്പൊ നിന്റെ നോമ്പും ബാത്തിലാകും സഹോദരി. അതുകൊണ്ട് മുഖം മറക്കാതെ, ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങല്ലേ സഹോദര. ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായത് കാരണത്താലാണ് ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഒരു സെക്കൻഡ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് തങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടോ? فوسوس لهما الشيطان ليبدي لهما ما بري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേശമാണ് നൽകുന്നത്. ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചോ, ആ മരത്തിൽ നിന്ന്
നിന്ന് ഭക്ഷിച്ചോ എന്ന് പിശാച് ആദം നബിയോട് പറഞ്ഞപ്പോ ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ الشجر بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة ആ മരത്തിൽ നിന്ന് കഴിച്ചപ്പോഴേക്കും രണ്ടുപേരുടെയും ഔറത്ത് വെളിവായി وبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة ഔറത്ത് വെളിവായപ്പോഴേക്കും ഒരു മരത്തിന്റെ ഇല പറിച്ചെടുത്തവർ ഔറത്ത് മറച്ചു. പക്ഷേ അപ്പോഴാണ് അല്ലാഹു വിളിച്ചു പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് പോയിക്കോളണം. ഒരു സെക്കൻഡ് ഔറത്ത് വെളിവായി പോയതിന്റെ പേരിലാണ് രണ്ടുപേരെയും അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നതെങ്കിൽ ആ ജീവനാന്ത കാലം ഔറത്ത് വെളിവാക്കി നടക്കുന്ന, മുഖം മറക്കാതെ ഔറത്ത് മറക്കാതെ നടക്കുന്ന പെണ്ണെ എങ്ങനെയാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നീ വിചാരിക്കുന്നത്? വഹസുനത് ഫർജഹാ, നിന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ നിന്റെ ശരീരത്തിലോ നിന്റെ നാവിലോ നിന്റെ കാതിലോ നിന്റെ ചെവിയിലോ നിന്റെ കണ്ണിലോ വ്യഭിചാരം നടക്കാതെ പതിവ്രതയായ സച്ചരിതയായ പെണ്ണായി നീ മാറിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിന്നോട് പറയാൻ പോകുന്ന ഓഫർ എന്താണ്? സ്വന്തം ഭർത്താവ് പറയുന്നത് പോലെ അനുസരിച്ചാൽ, ഭർത്താവിനെ വെറുപ്പിക്കാതെ, ഭർത്താവിനെ വിഷമിപ്പിക്കാതെ, ഭർത്താവിനെ പ്രയാസപ്പെടുത്താതെ ഈ 4 കാര്യം നീ ചെയ്താൽ നിനക്ക് സ്വർഗ്ഗത്തിന് 8 കവാടമാണുള്ളത്, 8 വാതിലാണുള്ളത്. ആ 8 വാതിലിലൂടെയും കടന്നു പോകുന്ന ഒരേ ഒരാളത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗ്ഗത്തിന് 8 കവാടം, 8 വാതിലാണുള്ളത്. 8 കവാടത്തിലൂടെയും പോകാൻ ഭാഗ്യമുള്ള ഒരാൾ സിദ്ദീഖ് തങ്ങളാണ്. പിന്നെ ആരാ? പിന്നെ ഈ 4 കാര്യം ചെയ്ത പെണ്ണുങ്ങൾ 8 കവാടത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹ്. ആണുങ്ങൾക്ക് ഈ ഓഫർ ഇല്ല പെണ്ണുങ്ങളെ. 4 കാര്യം ചെയ്താൽ സ്വർഗ്ഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെ, ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്നുള്ള ഓഫർ അല്ലാഹു ആണുങ്ങൾക്ക് നൽകിയിട്ടില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു സുവർണാവസരമാണ്. ഒന്ന് നിസ്കരിച്ചാൽ മതി, കൃത്യമായി നിസ്കാരം നിലനിർത്തണേ, കൃത്യമായി നോമ്പനുഷ്ഠിക്കണേ, ഗുഹ്യാവയവങ്ങളും ശരീരവും ഔറത്ത് മറ്റുള്ളവർക്ക് വെളിവാക്കാതെ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ടും എന്തേ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിൽ കിടക്കുന്നത്? ഒന്ന് ഔറത്ത് വെളിവാക്കുന്നു, മുഖം മറ്റുള്ളവർക്ക് കാണിക്കുന്നു. പ്രത്യേകിച്ചിട്ട് അല്പം സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ പെണ്ണ് വിചാരിക്കുന്നത് എന്റെ ഈ സൗന്ദര്യം നാട്ടുകാരെങ്ങനെയാണ് കാണുക, ഞാൻ മുഖം മറച്ച് നടന്നാൽ നാട്ടുകാർ കാണൂലല്ലോ. പ്രത്യേകിച്ച് സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങൾ മുഖം മറക്കാൻ മടി കാണിക്കുന്നവരാണ്. അല്ലാഹു തന്ന സൗന്ദര്യമെന്ന്, അല്ലാഹു തന്ന സൗന്ദര്യമാണെന്ന് ഓർക്കണേ സഹോദരിമാരെ. അല്ലാഹു തന്ന സൗന്ദര്യമാണിത്. ഇത് അല്ലാഹുവിന് കൊണ്ടുപോവാൻ അറിയാ, ഇത് നഷ്ടപ്പെടുത്താൻ അല്ലാഹുവിനറിയാ. അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്താൽ അല്ലാഹു വെറുതെ വിടൂല പെണ്ണെ. അതുകൊണ്ട് ഔറത്ത് മറക്കണേ. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ, വാലിന് വരുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ നിന്റെ ഭർത്താവിന്റെ മുന്നിലല്ലാതെ നിന്റെ സൗന്ദര്യത്തെ നീ ഒരു കാരണവശാലും പ്രകടിപ്പിക്കാൻ പാടില്ല. അല്ലാഹു ബോധം നൽകട്ടെ. ഒന്നാമത്തെ കാരണം ഔറത്ത് വെളിവാക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം ഭർത്താവിനെ വെറുപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ആരും കൈപ്പൊക്കാൻ തയ്യാറാവാത്തത്. ഉസ്താദേ മടുത്തുപോയി ഉസ്താദേ, ഇനി സ്വർഗത്തിലും ഇവരെ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നിവര് പറയാൻ കാരണം ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് കൊണ്ടാണ്. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞതൊക്കെ റബ്ബ് പുറത്തു തരട്ടെ. കഴിഞ്ഞതൊക്കെ അല്ലാഹു മാപ്പ് തരട്ടെ. ഇനിയുള്ള കാലമെങ്കിലും ഭർത്താക്കന്മാര് പറയുന്നത് പോലെ അനുസരിച്ച് അവരോട് എതിരഭിപ്രായം പറയാതെ, അവരെ ചോദ്യം ചെയ്യാതെ, അവരെ വെറുപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ആണുങ്ങളെക്കാളും കൂടുതൽ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ റബ്ബേ. അല്ലാഹു പറയാണ് ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഊൻ. നിങ്ങൾക്ക് സ്വർഗ്ഗീയ ലോകത്ത് ഏത് പഴമാണോ വേണ്ടത്, ഏത് ഫ്രൂട്ട്സ് ആണോ വേണ്ടത്, അത് നിങ്ങൾക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഏതുപോലെ ആപ്പിൾ വേണമെന്ന് വിചാരിക്കുമ്പോ ആപ്പിൾ അവിടെ വരികയാണ്. ഓറഞ്ച് വേണമെന്ന് വിചാരിക്കുമ്പോ ഓറഞ്ച്. അത് തിന്ന് കഴിയുമ്പോഴേക്കും അത് മറ്റൊരു രൂപമായി നിങ്ങളുടെ മുന്നിലുണ്ട്, മറ്റൊരു ടേസ്റ്റായി, മറ്റൊരു ഫ്ലേവറായി നിങ്ങളുടെ മുന്നിലുണ്ട്. വലഹും
നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അതൊക്കെ സ്വർഗീയ ലോകത്തുണ്ട്. ഇത്രയും മനോഹരമായ കാലാകാലം നീണ്ടു കിടക്കുന്ന സ്വർഗീയ സുഖങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തി തന്നിട്ട് എന്തിനാണ് നരകത്തിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്? അള്ളാഹുവേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈ മഹത്തായ മാസത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ പാപികളായ ഞങ്ങളെ നീ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് ഒരു പ്രകാശം കടന്നു വരികയാണ്. ബൈന അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരിലേക്ക് അവരിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്നത്. തല ഉയർത്തി അവർ നോക്കുമ്പോ അവർക്ക് അല്ലാഹുവിനെ കാണുകയാണ്. സ്വർഗത്തിൽ തല ഉയർത്തി നോക്കുമ്പോ അല്ലാഹുവിനെ അവർക്ക് കാണുകയാണ്. അല്ലാഹു സ്വർഗത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗക്കാരെ, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗക്കാരെ, നിങ്ങൾക്ക് സലാമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പോൾ എല്ലാവരും ഫയൻളുറു ഇലൈഹിം, അല്ലാഹുവിലേക്ക് നോക്കുകയാണ്. ഫയൻളുറൂന ഇലൈഹി, ജനങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയാണ്. ഫലാ യൽതഫിതൂന ഇലാ ശൈഇൻ മിനൻ നഈം. അല്ലാഹുവിനെ കണ്ടാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. ഭാര്യമാരെ മറന്നു പോകും, മക്കളെ മറന്നു പോകും, ഭക്ഷണങ്ങളെ കുറിച്ച് ഓർമ്മയില്ല, സുഖങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് റബ്ബിനെ കാണുക എന്നത്. അല്ലാഹുവിനെ കാണുകയാണ് സ്വർഗത്തിൽ വെച്ചിട്ട്. അല്ലാഹുവിനെ കണ്ടാൽ മറ്റുള്ള സുഖങ്ങളെല്ലാം അവർ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തോളം വേറൊരു ചിന്ത അവർക്കില്ല. എന്നിട്ട് അല്ലാഹു അവരിൽ നിന്ന് പെട്ടെന്ന് അല്ലാഹു മറഞ്ഞു പോവുകയാണ്. അല്ലാഹു മറഞ്ഞാലും അവരുടെ വീട്ടിലും അവരുടെ കുടുംബങ്ങളിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ ആ പ്രകാശവും അല്ലാഹുവിന്റെ ആ ബറകത്തും അവിടെ നിലനിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നിന്നെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദുആഇനെ നീ തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങൾ പാപികളാണല്ലോ, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ, ഞങ്ങൾ തെറ്റുകാരാണല്ലോ. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾക്ക് കണക്കില്ല റബ്ബേ, ഞങ്ങളുടെ ചെവികൾ കൊണ്ട് ചെയ്ത ഹറാമുകൾക്ക് കണക്കില്ല റബ്ബേ. ഈ പരിശുദ്ധമായ റമളാൻ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ ഇവിടെ വന്നത്, ഞങ്ങൾ ഇവിടെ വഅദ് പറഞ്ഞത്, അല്ലാഹുവേ, നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു സദസ്സായി സ്വീകരിക്കണേ റബ്ബേ. നരകത്തിൽ കടക്കാതെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തെറ്റുകാരെ, നിങ്ങൾ മാറി നിൽക്ക്. സ്വർഗക്കാരെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ തെറ്റുകാരോട് അല്ലാഹു പറയാണ്, വംതാസു, മാറി നിൽക്ക്, നിങ്ങൾ അടുത്തേക്ക് വരരുത്, മാറി നിൽക്ക്. അയ്യുഹൽ മുജ്രിമൂനോ, കുറ്റം ചെയ്ത തെറ്റുകാരെ, തോന്നിവാസികളെ, അലം അഅ്ഹദ് ഇലൈക്കും, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടില്ലേ, ഞാൻ നിങ്ങൾക്കൊരു കരാറ് നൽകിയിട്ടില്ലേ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ, നിങ്ങൾ ഒരിക്കലും പിശാചിനെ പിൻപറ്റരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? അലം അഅ്ഹദ് ഇലൈക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനെ ആരാധിക്കല്ല, പിശാചിന്റെ പാത പിൻപറ്റല്ല. പിശാചാണ് ഔറത്ത് വെളിവാക്കാൻ പെണ്ണിനെ പ്രേരിപ്പിക്കുന്നത്, പിശാചാണ് പിശുക്കി വെക്കാൻ സമ്പത്ത് നൽകാതെ. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, നിങ്ങളെ പിശാച് ഇടയ്ക്കിടെ പേടിപ്പിക്കുകയാണ്, സ്വതക്ക കൊടുക്കല്ല, കൊടുത്താൽ നിങ്ങളുടെ ക്യാഷ് തീർന്നു പോകും. ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യമാണ്, കച്ചവടമാകെ ഡള്ളായി കിടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തിക പ്രയാസം വരും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന സ്വതക്ക നൽകല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നത് പിശാചാണ്. പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്തേ നിങ്ങൾ അവനെ പേടിക്കാത്തത്? എന്തേ അവനെ നിങ്ങൾ ഓർക്കാത്തത്?
ഒരാൾ മരിക്കുന്ന സമയത്ത് രണ്ട് പിശാചുക്കൾ കടന്നു വരുമെന്നാണ്. ഒരാൾ ഉപ്പയുടെ കോലത്തിൽ അവന്റെ വലതുഭാഗത്ത്, മറ്റൊരാൾ ഉമ്മയുടെ കോലത്തിൽ അവന്റെ ഇടതുഭാഗത്ത്. എന്നിട്ട് ഉപ്പയുടെ കോലത്തിൽ വന്ന ആള് പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നി കുന്തു അലൈക ഷഫീഖാ, ഞാൻ നിന്നോട് എന്തോ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിന്നെ പോറ്റി വളർത്തിയത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ? ഞാനല്ലേ നിനക്ക് ചെലവ് തന്നത്? ഞാൻ മരിച്ചത് വലാകിൻ മുത്തു അലാ ദീനിൻ നസാറ, ഞാൻ മരിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണ്. അതാണ് ഏറ്റവും നല്ല മതം. അതുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് മരിക്കണമെന്ന് ഉപ്പയുടെ കോലത്തിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് ഒരാളുടെ വലത് ഭാഗത്ത് വന്ന് പറയുമെന്ന് ഒരു ഹദീസുണ്ട്. സിഹത്തിൽ അതിന്റെ സിഹത്തിൽ ചർച്ചയുണ്ടെങ്കിലും അങ്ങനെ ഒരു ഹദീസ് നമ്മൾക്ക് കാണാം. അതേപോലെ ഇടതുവശത്ത് ഉമ്മയുടെ കോലത്തിൽ ഒരാൾ വരാണ്. ഉമ്മ പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹു കാന ബത്നി ലക വിആ, എന്റെ വയറ്റിലല്ലേ 10 മാസം നീ താമസിച്ചത്. ഔ സദീ ലക സഖാസിഖാ, എന്റെ പാലല്ലേ നീ കുടിച്ചത്. വഫഖദീ ലക വിതാ, എന്റെ തുടയിലല്ലേ നീ കിടന്നത്. ഞാൻ മരിച്ചത് ജൂതനായിട്ടാണ്. അതുകൊണ്ട് ജൂതനായി മരിക്കണമെന്ന് ഉമ്മയുടെ കോലത്തിൽ പിശാച് വന്ന് പറയുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അതേപോലെ മരിക്കാൻ കിടക്കുന്ന മഹാനായ സ്വാലിഹ് ഇബ്നുൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോഴാണ് ഫജലസ്തു ഇൻദഹു, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത്. വബിയദി, എന്റെ കയ്യിൽ ഒരു കഷ്ണമുണ്ട്. ഉപ്പ മരിച്ചാൽ ഉപ്പയുടെ താടി കെട്ടാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു കഷ്ണമുണ്ട്. ഫജഅല, അപ്പോൾ ഞാൻ ഉപ്പ എന്ത് ചെയ്തു? കൈകൊണ്ടിങ്ങനെ തടയുകയാണ്. കൈകൊണ്ടിങ്ങനെ ഉപ്പ തടയുന്നുണ്ട്. വയഫ്തഹു ഐനൈഹി, കണ്ണ് തുറക്കുന്നുണ്ട് എന്റെ പിതാവ്. മരണാസന്നമായ ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന അവസാന ശ്വാസം, ചക്രശ്വാസം വലിക്കുന്ന എന്റെ ഉപ്പ രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോ 2 കണ്ണ് തുറന്നിട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ തടയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ലാ ബഅദ്, ലാ ബഅദ്, ലാ ബഅദ്, വേണ്ട 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 എന്ന് പറഞ്ഞു. എന്റെ ഉപ്പ ഇങ്ങനെ കൈകൊണ്ട് തടയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, യാ അബതി ഇഷ്ഹാദാ, എന്താണ് ഉപ്പ നിങ്ങൾ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറയുന്നത്? അപ്പോഴാണ് ഉപ്പ പറയുന്നത്, യാ ബുനയ്യ മാ തദ്രി, നിനക്കറിയുമോ പൊന്നുമോനെ, ഇബ്ലീസു ലഅനഹുല്ലാഹ്, ശപിക്കപ്പെട്ട പിശാചന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് എന്റെ വിരലുകൾ പിടിച്ചിട്ട് എന്നോട് മതം മാറാൻ പറയുന്നുണ്ട്. അവന് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട്. അവൻ അംഗീകരിക്കാൻ പറയുന്നുണ്ട്. അതാണ് ഞാൻ ലാ ബഅദ്, ലാ ബഅദ്, ലാ ബഅദ് എന്ന് പറഞ്ഞത്. ഹത്താ അമൂത, ഞാൻ മരിക്കുന്നത് വരെ പറയും പിശാചിനെ ഞാൻ അംഗീകരിക്കൂല എന്ന് ഉപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ, പിശാചിനൊരിക്കലും സത്യവിശ്വാസികളെ വഴികേടിലേക്ക് നയിക്കാൻ പറ്റൂല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന ആളുകളെയും വഴികേടിലേക്ക് നയിക്കാൻ പിശാചിന് പറ്റൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ച് നല്ലൊരു മുഅ്മിനായി നന്മ മാത്രം ചെയ്ത് തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ചെയ്തു പോയ തിന്മകളെല്ലാം സർവശക്തനായ അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞിട്ട്, അള്ളാഹുവേ ഞാനിനി ആവർത്തിക്കില്ല, അള്ളാഹുവേ ഞാനിനി തുടരില്ല, അള്ളാഹുവേ ഞാൻ ഒരിക്കലും തുടരൂല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെ ദുആഇന് നേതൃത്വം നൽകുമ്പോ ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കൂല എന്ന ഉറച്ച വിശ്വാസത്തോടെ പൂർണ്ണമായ തൗബ ചെയ്ത് ഇന്ന് തന്നെ എല്ലാ ദോഷങ്ങളും റബ്ബിനോട് തുറന്നു പറഞ്ഞ് ഈ സദസ്സ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരാവണം. ഒരാൾ തെറ്റിൽ നിന്ന് തൗബ ചെയ്താൽ അയാളിൽ ദോഷമുണ്ടാവൂല, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ സൂറത്തു യാസീനിന്റെ ഒരൊറ്റ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കട്ടെ. മഹാനായ സ്വാലിഹീങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരാളെ കബറടക്കി യമനിൽപ്പെട്ട യമനിലുള്ള ഒരാളുടെ കബർ മറമാടിയപ്പോ ഒരാൾ മരിച്ചയാളെ കബറിലേക്ക് മറമാടി ജനങ്ങളെല്ലാം തിരിഞ്ഞു പോയപ്പോ സ്വാലിഹായ ഒരു മനുഷ്യന് കബറിടത്തിന്റെ അടുത്തുണ്ടായിരുന്നു. കബറിൽ ഇങ്ങനെ അടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, കബറിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ശിക്ഷയുടെ ശബ്ദം കബറിൽ കേൾക്കുന്നുണ്ട്. കബറിൽ നിന്നൊരു കറുത്ത നായ പുറത്തേക്ക് പോകുന്നത് കാണാനിടയായി. കബറിൽ
കബറിൽ മറമാടി. എല്ലാവരും പോയ ശേഷം ഒരു സ്വാലിഹായ ഒരാൾ കബറിടത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ശിക്ഷകൾ ദണ്ഡുകൾ കൊണ്ടടിക്കുന്നത്, ഇടിക്കുന്നത്, ശിക്ഷിക്കുന്നത്, ശബ്ദം കേൾക്കുന്നത്. അത് തന്നെ വീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരു കറുത്ത നായ ആ കബറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഫഖാല ലഹു ശൈഖു സാലിഹ്, സ്വാലിഹായ മനുഷ്യൻ ആ നായ വിളിച്ചു, വൈഹക് 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 ഐ ഷൈഇൻ അൻത, നീ ആരാണ്? നായ ഇങ്ങനെ ഓടിപ്പോകുമ്പോ നീ ആരാണെന്നതിനോട് ചോദിച്ചോ. അപ്പോഴാണ് ആ കറുത്ത നായ പറഞ്ഞത്, അന അമലുൽ മയ്യിത്ത്, ഈ മരിച്ച മയ്യത്തിന്റെ അമലാണ് ഞാൻ. ഈ മരിച്ച മയ്യത്തിന്റെ മോശപ്പെട്ട അമലാണ് ഞാൻ. അപ്പൊ ഈ കേട്ട ശബ്ദമോ ഫഹാദല്ലർബോ, ഈ ശബ്ദം എന്താണ്? അപ്പോഴാണ് ആ നായ പറഞ്ഞത്, ഈ ശബ്ദം എന്നെ അടിച്ചതാണ്. തിന്മ ചെയ്തത് കാരണം എന്നെ അടിച്ചതാണ്. തിന്മ ചെയ്തത് കാരണം അയാൾ അടിക്കാൻ വേണ്ടി മുൻകർ നകീർ ദണ്ഡുമെടുത്ത് അടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ വജത്തു ഇൻദഹു സൂറത്ത് യാസീൻ വഖവാതിഹാ, സൂറത്ത് യാസീനിനെയും സൂറത്ത് യാസീനിന്റെ മറ്റു പല സൂറത്തുകളെയും ഇയാളുടെ അടുത്ത് ഞാൻ കണ്ടു. നന്നായി യാസീൻ ഓതുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി, നന്നായി ഖുർആൻ ഓതുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി.